നമ്മൾ ഈ ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ സ്ഥിരം കാണുന്നൊരു കാഴ്ചയുണ്ട്. അവിടെ വരുന്ന വിശിഷ്ടാതിഥിക്ക് വലിയൊരു ബൊക്കെ ഉണ്ടെന്ന് കൊടുക്കും ആദ്യം. അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു റൗണ്ടിൽ ഇങ്ങനെ ഒരു ബൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ അതാണ്ട് ഇങ്ങനെ വന്നിട്ട് ഇത്തരത്തിൽ വലിയൊരു അസാമാന്യ വലുപ്പത്തിലുള്ള ഒരു ബൊക്കെ കൊണ്ട് കൊടുക്കുന്നതാണ്. അതിൽ വേറെ പൂക്കളൊക്കെ നിറച്ച് കൊടുക്കുന്നതാണ്. പിന്നെ ചടങ്ങ് തീരാറാകുമ്പോൾ ഒരു മൊമൻറ്റോ സമർപ്പണമുണ്ട്. ഈ വന്ന വിശിഷ്ടാതിഥിയുടെ പടമൊക്കെ അതിൽ വെച്ച് ഒരു മൊമൻറ്റോ കൂടെ അങ്ങ് കൊടുക്കും. ഇത് സത്യം പറഞ്ഞാൽ ഒരു മടുപ്പിക്കുന്ന കാഴ്ചയാണ്. നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അവർ സോഷ്യൽ മീഡിയയിലൂടെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ഇപ്പം ഡെപ്യൂട്ടി സ്പീക്കറായ സ്ഥിതിക്ക് ഒരുപാട് സ്വീകരണങ്ങളും മറ്റുമൊക്കെ ലഭിക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് ഒഴിവാക്കിയിട്ട് പകരം ഒരു പുസ്തകം തരുന്ന ഏറ്റവും നല്ലതാണ് എന്നാണ് അവർ പറഞ്ഞത്. അത് വളരെ ഏറ്റവും നല്ല നിർദ്ദേശങ്ങളിലൊന്നാണ്. ഷാനിമോൾ ഉസ്മാൻ മാത്രമല്ല, ഒരു മാസം മുമ്പ് പാലക്കാട് MLA രമേഷ് പിഷാരുടെയും അദ്ദേഹം ഇതേപോലൊരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു 50 എങ്ങനെ പോയാലും ഒരു 50ഓളം പരിപാടികൾ ഇത്തരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം നിർബന്ധമെങ്കിൽ മാത്രം നിങ്ങൾ പരമാവധി ഇതെല്ലാം ഒഴിവാക്കണം, നിർബന്ധമെങ്കിൽ മാത്രം അതിന് പകരം ഒരു പുസ്തകം തന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിൽ നമുക്ക് കാണേണ്ട ഒരു കാര്യം, പുസ്തകം മതി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വായന ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. അതൊരു പോയിൻ്റാണ്. വായന ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം. ഈ പലപ്പോഴും ഈ കിട്ടുന്ന മൊമൻറ്റോ ഈ ബൊക്കോയെ ഒരു വീട്ടിൽ കൊണ്ട് എവിടെയെങ്കിലും വലിച്ചെറിയും. ഈ മൊമൻറ്റോ അറിയാമല്ലോ, വലിയ വലിയ നേതാക്കന്മാരെ വീടുകളിൽ ചാക്കിൽ കട്ടി വയ്ക്കാൻ വേണ്ടി അത്രയും മൊമൻറ്റാണ്. ഇതൊന്നും ആരും നോക്കുന്നില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതാൻ കളയും. അതുപോലെ ഈ ബൊക്കയുടെ കാര്യം, ഇത്രയും പൂക്കൾ കൊണ്ട് നിറച്ച ഒരു സാധനം 1 മിനിറ്റ് നേരത്തേക്കാണ്. പിന്നെ ഇത് ആരും ഓർക്കുന്നില്ല. ഈ വരുന്ന വിശിഷ്ടാതിഥി വാങ്ങി അടുത്തേക്കുന്ന സാഹചര്യയിലോട്ടങ്ങ് കൊടുക്കും. ഇത് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുമോ, സ്റ്റേജിൽ കളഞ്ഞിട്ട് പോകുമോ, വീട്ടിൽ കൊണ്ടിട്ടൊന്നും ചെയ്യാനുമില്ല ഈ ബൊക്കെ കൊണ്ടുപോയിട്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ പൂക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മനോഹരമായ ഗംഭീരമായ സംഭവമാണ്. അല്ലെങ്കിൽ ഒരു പൂ കൊടുക്കാൻ നമുക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരു പൂ ആണെങ്കിൽ കൊടുത്തു, അത്ര പൂ കൊടുത്താലേ പറ്റുള്ളൂ നിർബന്ധമാണ്. നമ്മൾ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലും നമ്മുടെ പത്രപ്രവർത്തക യൂണിയനിലുമൊക്കെ അവിടെ എത്തുന്ന മീറ്റ് ദ പ്രസ്സിനെത്തുന്ന വിശിഷ്ടാതിഥികൾക്ക് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് പുസ്തകങ്ങളാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ വിദഗ്ധരൊക്കെ എഴുതിയ പുസ്തകങ്ങൾ നമ്മൾ സമ്മാനം കൊടുക്കും. ഈ ബൊക്കയും ഈ മൊമൻറ്റോയും ഒഴിവാക്കിയിട്ട് ഇതങ്ങ് കൊടുക്കും. ഇതിപ്പോൾ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് എൻ്റെ ഓർമ്മ വന്നതാണ്. എൻ്റെ ഒരു ടീച്ചർ, ഡിഗ്രിക്ക് പഠിപ്പിച്ച ഒരു ടീച്ചർ പറഞ്ഞൊരു അനുഭവമായിരുന്നു. ടീച്ചർ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തപ്പം സാഹിത്യകാരി സുഗതകുമാരി ടീച്ചർ ഇതേപോലെ അവർക്കൊരു പൂ കൊടുത്ത് ആയിരുന്നു അവർ സ്വാഗതം ചെയ്തത്. അന്ന് പരസ്യമായി തന്നെ ആ വേദിയിൽ കൊടുത്തപ്പോൾ അവർ എതിർപ്പ് പറഞ്ഞു. അന്ന് പറഞ്ഞത്, ഈ പൂ ആ ചെടിയിൽ നിൽക്കുകയായിരുന്നെങ്കിൽ അത്രയും കൂടി ജീവനോടെ അത് അവിടെ തന്നെ നിന്നിരുന്ന, എനിക്കിത് മുറിച്ച് തന്നിട്ട് എന്തായിരുന്നു എന്നുള്ളത് ആ വേദിയിൽ വെച്ച് തന്നെ അവർ ഇഷ്ടക്കേടായിട്ട് തന്നെ ആ നിലപാട് തുറന്നു പറഞ്ഞു. അത്തരത്തിൽ ഇതിനെ ഇഷ്ടമില്ലാത്ത അതായത് ഈ ഒരു പരിപാടി ഇഷ്ടമില്ലാത്ത കുറച്ച് പേരെങ്കിലും നമുക്ക് ചുറ്റിലും ഇപ്പോഴും കാണാം. അപ്പോൾ അത്തരത്തിൽ ഈ ഉള്ളവർക്ക് ഇത്തരം ഞങ്ങൾക്ക് ഈ ബുക്ക് മതി എന്ന് പറയുന്നവരുടെ, അങ്ങനെ ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരുമ്പോൾ നമ്മൾ അത് വായന പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യം, തമിഴ്നാട്ടിൽ ആരെങ്കിലും പ്രമുഖർ മരിക്കുമ്പോൾ ഈ മരണത്തിന് ആദരം അർപ്പിക്കാൻ എത്തുന്നവരെല്ലാവരും ഒരു എടുത്താൽ പൊങ്ങാത്ത മാല കൊണ്ടുവരുന്നതാണ്. ഇവരെ രണ്ടുപേരും താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നത്, ഇവരതെടുത്ത് ഈ ശോഭയാടത്തിൻ്റെ പുറത്ത് വയ്ക്കുന്നതും കാണാം. ഈ ഹാരെല്ലാം കൂടെ എന്തെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ റീത്ത് കൊണ്ടുവയ്ക്കുന്നത്. ഈ റീത്ത് ഇങ്ങനെ വയ്ക്കുകയാണ് എല്ലാവരും. നമ്മളൊക്കെ റീത്ത് പലയിടത്തും കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ റീത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ പിന്നെ ഈ റീത്തെടുത്ത് പിന്നെ കളയാണ്. അല്ലെങ്കിൽ ഈ ആംബുലൻസിൽ ഇവരെ മൃതദേഹം പള്ളിയിലേക്കോ അതല്ലെങ്കിൽ നമ്മുടെ ശ്മശാനത്തിലേക്കോ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ വണ്ടിയിൽ ചുറ്റും കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കാണാം. പിന്നീട് ഈ ആംബുലൻസ് അതുവഴി പോകുക, അവരുടെ ദൂരെ കളയും. അതോ ഈ ചിലയിടത്തൊക്കെ ചില ഈ ചിതാഭസ്മൊക്കെ ഉള്ള ദഹിപ്പിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അതിൻ്റെ ചുറ്റുമൊക്കെ ഇത് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. സത്യം പറഞ്ഞാൽ പൂക്കളോട് കാണിക്കുന്ന വലിയ അനാദരവാണ്. ഈ പറഞ്ഞാൽ ഒരു പൂ ആണെങ്കിൽ പൂ കൊടുത്തേ പറ്റുള്ളതും കൊടുക്കാം. സൂതന്മാർ എല്ലാ കാലത്തും ഇതിന് എതിരായിരുന്നു, ഈ പുഷ്പങ്ങൾ കുറച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കൊടുക്കുന്നതിന്. മാത്രമല്ല, ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞൊരു കാര്യം, ആ ബുക്കാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ MLA മാർക്കും ചെയ്യേണ്ടുന്ന കാര്യം അവരുടെ മണ്ഡലങ്ങളിൽ അവർക്ക് ഒന്നിലധികം ലൈബ്രറികൾ സ്ഥാപിക്കാം. ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ ഒരു ലൈബ്രറി അതിപ്പോഴും അവിടെ ഉണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് ആദ്യം വായിച്ച് വളർന്നത് അവിടെ ആ ലൈബ്രറി പുസ്തകം ചെറിയ ലൈബ്രറിയാണ്, അത്ര വലിയ സംവിധാനം എന്നുള്ളതല്ല. എങ്കിൽ പോലും എത്രയോ നല്ല ബുക്കുകൾ, KPS മേനോൻ്റെ ആത്മകഥ ഞാൻ ആദ്യം വായിച്ചത് അവിടെ നിന്നെടുത്ത ആ ഒരു പുസ്തകമാണ്. അതുപോലെ ഒരുപാട് പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചത്. ഇപ്പോൾ നല്ല ഓർമ്മയുണ്ട് എനിക്കത്. ഇതിൽ നമ്മൾ ആ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന മൊമെൻറ്റോയ്ക്കും ബൊക്കയ്ക്കും വേണ്ടിയും നമ്മൾ എത്ര രൂപ ചിലവാക്കും എന്നുള്ളത് എന്തായാലും ഒരു 1000 രൂപയ്ക്ക് മുകളിൽ ഉറപ്പായിട്ടും പോകും. നമ്മളൊരു നല്ലൊരു ബുക്ക് മേടിക്കാൻ എന്തായാലും 1000 രൂപ താഴേക്ക് കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ സാമ്പത്തികമായിട്ടും അവിടെ മറ്റൊരു നേട്ടമുണ്ട്. പിന്നീട് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഈ ഒരു ബുക്ക് മാത്രമല്ല കിട്ടുക. ഇത്തരത്തിൽ ഇത്ര ഒരു മാറ്റത്തിന് തുടക്കം ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പരിപാടി പങ്കെടുക്കുമ്പോൾ കുറച്ച് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ
നാളെ ഇവർക്ക് ഇത് തോന്നുക ഇത് മറ്റു കുട്ടികൾക്ക് അല്ലെങ്കിൽ വായനശാലയ്ക്ക് കൊടുക്കണം എന്ന് തോന്നി അത് വായന കുറച്ചും കൂടി നമ്മുടെ വളരുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നല്ലൊരു പുസ്തകവായനക്കാരനാണ്. അദ്ദേഹം അത് വെറുതെ പറയുന്നതല്ല, അദ്ദേഹം കൃത്യമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഞാൻ പങ്കെടുത്ത ചില ചടങ്ങുകളിൽ അദ്ദേഹം വളരെ കൃത്യമായി പല പുസ്തകം, ഇപ്പോൾ ഡോക്ടർ എസ് ലാൽ നമ്മുടെ അടുത്തൊരു സഹോദരത്തിലെ ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് റിലീസാണ് ഞാൻ ആദ്യം നമ്മുടെ മുഖ്യമന്ത്രി, അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ വളരെ പണ്ഡിതോചിതമായ ഒരു പുസ്തകം ഞാൻ കേട്ടത്. അദ്ദേഹം ആ ബുക്കിനെക്കുറിച്ച് വിലയിരുത്തിയതിനൊപ്പം തന്നെ ഇതുമായി സമാനമായ രീതിയിലുള്ള അദ്ദേഹം വായിച്ച മറ്റു ബുക്കുകളെക്കുറിച്ച് ഏറ്റവും പുതിയ അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി അദ്ദേഹം പ്രസംഗിച്ചു. ജി കാർത്തികേയൻ ദേശീയയിലുള്ള ഒരാളായ നമ്മുടെ മുൻ സ്പീക്കർ, മുൻ മന്ത്രിയായ ജി കാർത്തികേയൻ, അദ്ദേഹത്തിന് എപ്പോഴും പുസ്തകങ്ങൾ കാണുമായിരുന്നു. അദ്ദേഹം കൃത്യമായി പുസ്തകം വായിക്കുന്ന ഒരാളായിരുന്നു. ഈ പുസ്തകം വായിക്കുന്ന ആളുകളുടെ തലമുറ ഇല്ലാതെക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളൊന്ന് ആലോചിച്ചു, ജവഹർലാൽ നെഹ്റു ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, അതൊരു പുസ്തകമായില്ലേ? അപ്പോൾ അന്നത്തെ അവരുടെ ഒരു നില ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഡിസ്കവറി ഓഫ് ഇന്ത്യ, രണ്ട് മഹത്തായ പുസ്തകങ്ങൾ എഴുതിയ ആളാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന സാക്ഷാൽ ജവഹർലാൽ നെഹ്റു. ഈ തിരക്കിനെല്ലാം അദ്ദേഹം അത് ഇന്ന് ലോകം അംഗീകരിക്കുന്ന വലിയ പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. മകൾക്ക് അയച്ച കത്തുകൾ, അതൊക്കെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മുടെ അന്നത്തെ നേതാക്കന്മാർ എത്ര പ്രഗത്ഭന്മാരായിരുന്നു ആലോചിച്ച്. നമ്മൾ ആ കൂട്ടത്തിൽ പറയേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഈ നല്ല വായനയുള്ള ആളുകൾക്ക് അവരുടെ വാക്കുകൾക്കൊരു മൂർച്ചയുണ്ട്, അവരുടെ പ്രസംഗങ്ങളിൽ അതിന്റെ ക്വാളിറ്റി ഉണ്ട്. ഇപ്പം രമേഷ് പിഷാരടിയിൽ നമ്മൾ ആദ്യം തോമസ് ഐസക്കൊക്കെ അദ്ദേഹത്തെ കളിയാക്കിയിരുന്നല്ലോ, കൊമേഡിയൻ, കോമാളി എന്നുള്ളത്. അപ്പം പക്ഷേ ജനം പിന്നീട് കണ്ടത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയോടുള്ള പ്രസംഗങ്ങളായിരുന്നു. എത്രത്തോളം ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് തന്നെ എത്രത്തോളം വളരെ മനോഹരമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നു എന്നുള്ളത് പിന്നീടൊക്കെ നമ്മൾ കണ്ടതാണ്. സതീശൻ. അപ്പൊ ഇവരുടെയൊക്കെ പ്രസംഗങ്ങളിൽ ആ ഒരു അത്രയും ക്വാളിറ്റി അതിന് കിട്ടുന്നത് ഞാൻ വിചാരിക്കുന്നത് ഈ പുസ്തകം വായനയിലൂടെ തന്നെ അവർ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പുസ്തക വായനയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പേര് ടി എൻ ജേക്കബിൻ്റെതാണ്. ടി എൻ ജേക്കബ് നമുക്കറിയാം, അച്യുതമേനോൻ മരിക്കുന്നതിനും അദ്ദേഹം ഡയറി കുറിപ്പുകൾ കലാമതിയിൽ പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇടതുപക്ഷ ചെറുപ്പക്കാർ ടി എൻ ജേക്കബിനെ കണ്ടുപഠിക്കണം. എത്ര കൃത്യമായി പഠിച്ചിട്ടാണ് അവിടെ വന്ന് അദ്ദേഹം അവിടെ ഓരോ കാര്യങ്ങൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നത്. മിടുക്കനാണ് ടി എൻ ജേക്കബ്, നല്ല ഗംഭീര പാർലമെൻ്റേറിയനല്ലേ. അന്ന് അസംബ്ലിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു ചേട്ടൻ എന്നോട് ഒരിക്കൽ പറഞ്ഞത്, ടി എൻ ജേക്കബ് തൊട്ടിട്ടില്ലാത്ത ഒരൊറ്റ പുസ്തകം ആ ലൈബ്രറി കാണില്ല എന്നാണ്. രാത്രിയാണെങ്കിൽ അദ്ദേഹം വന്ന് പുസ്തകം കുത്തിയിരുന്ന് വായിക്കുമെന്ന് പറഞ്ഞു. അത്രത്തോളം ആ വായന നമ്മൾ ആലോചിച്ച്, ജി കാർത്തികനാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ടി എൻ ജേക്കബ് ആണെങ്കിലും ഇവരൊക്കെ തന്നെ അവരുടെ വായനയുടെ പിൻബലം അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലും അവരുടെ പൊതു സമൂഹത്തിലുള്ള അവരുടെ പെർഫോമൻസിന് എന്തോത്ര സഹായകരമായിട്ടുണ്ടെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിവുള്ളവരും ജനങ്ങളെന്നും അംഗീകരിക്കും. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് സതീശന്റെ പ്രസംഗങ്ങളിലും അദ്ദേഹം പറയുന്ന വിശദീകരണങ്ങളിലും വാദങ്ങളിലും ഒക്കെ തന്നെയും CPM-ന്റെ വാദങ്ങളെ പൊളിച്ചെടുക്കാൻ കഴിയും, എല്ലാം തീർക്കാൻ കഴിയും. അദ്ദേഹത്തിന് ഈ വായനയിൽ നിന്ന് നേടിയ അറിവാണെന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല നമ്മൾ നല്ല അറിവുള്ള വായനയുള്ള ഒരാളാണെങ്കിൽ നമുക്കൊരു കാര്യം കാണുമ്പോൾ പെട്ടെന്ന് ഈ മറ്റൊരു കാര്യം റിലേറ്റ് ചെയ്യാൻ കഴിയും. അതെ, ഈ പുസ്തക വായനയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പുതുതായിട്ടൊരു കാര്യം നമ്മൾ കാണുമ്പോൾ ഒരാളെ പ്രസംഗിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ മറ്റവർ റിലേറ്റ് ചെയ്യാൻ വളരെ പെട്ടെന്ന് കഴിയും. ഇത് ഈ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള നിലയിൽ അവർ കൂടെ മുൻകൈ എടുത്ത് ഈ എല്ലാ MLA-മാരും ഇപ്പോൾ നമ്മുടെ ഈ നിയമസഭയിൽ നടക്കുന്ന ഈ പുസ്തക ഉത്സവം ഉണ്ടല്ലോ, ആ സമയത്ത് MLA-മാർക്ക് ഈ പുസ്തകം അവരുടെ മണ്ഡലങ്ങളിലേക്ക് വാങ്ങിക്കൊടുക്കാനൊക്കെ ഉള്ള സംവിധാനം ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചിലർക്ക് അത് കൃത്യമായിട്ട് അതിൻ്റെ ഫണ്ട് കിട്ടുന്നില്ല എന്ന് നേരത്തെ പരാതി പറഞ്ഞിരുന്നു. ഏതായാലും പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഡെപ്യൂട്ടി സ്പീക്കറും നമ്മുടെ മുഖ്യമന്ത്രി എല്ലാം ഇടപെട്ട് ഇക്കാര്യത്തിൽ ഒരു അടിയന്തര തീരുമാനം ഉണ്ടാക്കുന്നതല്ല, ഈ മന്ത്രിസഭാ അംഗങ്ങളൊക്കെ തന്നെ ഈ പരിപാടി ഞങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നു എന്ന് തീരുമാനമെടുത്താൽ അത് തന്നെ വലിയ കാര്യമാണ്. കാരണം ഒരു ദിവസമായി പറഞ്ഞ പോലെ എത്രയോ ചടങ്ങുകളിൽ ഒരു സംബന്ധിക്കാൻ പോകാൻ അവിടെ എല്ലാം ഈ മൊമെൻറ്റോയും ഈ ഹാരവും ഒക്കെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് അവരിത് ഇവിടെ പോകാൻ. മാത്രമല്ല പണ്ടൊരു വേറെ വലിയൊരു ദുരാചാരം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല നമ്മുടെ നാട്ടിൽ. ഈ VIP വരുമ്പോൾ താലപ്പൊലി ഏന്തിയ പെൺകുട്ടികളോ അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇവർ നടന്നു പോകുമ്പോൾ ആ വഴിയിലെല്ലാം പൂവുകൾ ഇറുത്ത് വെച്ചേക്കും, പൂ ഇങ്ങനെ വിതറി ഇവർ പൂവിൻ്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് കിടക്കും. അതിന് പ്രത്യേക കാഴ്ചയാണ്, ക്രൂരമായ കാഴ്ചയാണത്. പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഡോക്ടർ കെ.ആർ. നാരായണൻ അദ്ദേഹം ഉപരാഷ്ട്രപതി ആയിരുന്നപ്പോഴോ രാഷ്ട്രപതി ആയിരുന്നപ്പോഴോ എന്നറിയില്ല, അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ഇമാതിരി പൂക്കൾ ഇട്ടിരുന്നു. പൂക്കൾ വിരിച്ച വഴി കൂടെ നടക്കാൻ അദ്ദേഹം ഇപ്പുറത്തോടെ നടന്നു. അദ്ദേഹം ഞാൻ നടക്കില്ല, അദ്ദേഹം ചവിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് പൂക്കൾ പുറത്ത് ചവിട്ടിക്കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞാൽ അതൊരു അപ്പോൾ പക്ഷേ ഇത് രസമുള്ള കാര്യം, ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ചില നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, ഇതൊക്കെ ആസ്വദിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അല്ലാതെ നല്ല വിവരമുള്ള ആളുകൾ ഇതിൻ്റെ ഷാനിമോൾ പറഞ്ഞ മാതൃക കാട്ടിയാൽ പിന്നെ അവർ നിർബന്ധം തരും ഇതൊക്കെ ചെയ്യും. അതെ, അത് ഈ പറഞ്ഞ പൂക്കളുടെ കാര്യം പറയുമ്പോൾ അവിടെ ഒരു മാറ്റത്തിന് തുടക്കമിട്ട ആരെങ്കിലും ഉണ്ടാകും. അതാണ് അവിടെ ആ കാര്യത്തിൽ സംഭവിച്ചത്. അതുപോലെ ഇവിടെ ഈ പുസ്തക വായനയിലേക്ക് അല്ലെങ്കിൽ പുസ്തകം പ്രൊമോട്ട് ചെയ്യുന്നതിലേക്ക് എത്തണം, ഇവിടെ മാറ്റത്തിന് തുടക്കമിടാൻ ആരെങ്കിലും വേണം. ഇപ്പോൾ വേറെ ചില സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ്റെ
ആവശ്യത്തിന് നേരെ താഴെ കമൻറ്റ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പൂക്കച്ചവടക്കാരും ഈ ഇതൊക്കെ ഉണ്ടാക്കുന്നവർ, ഈ ബൊക്കയും പക്ഷേ ഉണ്ടാക്കുന്നവർ മൊമെൻ്റ് എന്നൊക്കെ ഇവിടെ പോകുന്നു. അവർക്ക് വേറെ ഇഷ്ടംപോലെ വേറെ വർക്കൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചിരുന്നു ഷാനിമോൾ ഉസ്മാന്റെ. അതിൽ പക്ഷേ ഒരു എല്ലാവരും തന്നെ നല്ല തീരുമാനം, മികച്ച തീരുമാനം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും തന്നെ. അതിൽ പലരും എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരുൾപ്പെടെ ഉണ്ട്. അത് ചുരുക്കം 1-2 നെഗറ്റീവ് കമന്റുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും തന്നെ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതെ, ഒരു ദിവസം ഒരു 10 ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ 4 പുസ്തകം കിട്ടിയാലും മതി. അവർക്ക് വലിയ കാര്യമാണ്. അവർക്ക് അവരുടെ മണ്ഡലത്തിൽ, അതായത് MLA-മാർക്ക് അവരുടെ മണ്ഡലത്തിലെ ലൈബ്രറിക്ക് സമ്മാനം കൊടുക്കാമല്ലോ. അതല്ല ഇല്ലെങ്കിൽ മണ്ഡലത്തിൽ എത്ര സ്കൂളുകളുണ്ട് അവിടെ കൊടുക്കാം. അപ്പോൾ ഏതായാലും ഷാനിമോൾ ഉസ്മാൻ മുന്നോട്ട് ചെയ്യുന്ന നിർദ്ദേശം അങ്ങേറ്റം സ്വാഗതാർഹമാണ്. ഇത് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങളും ഭരണകക്ഷിയിലെ UDF-ലെ MLA-മാരും MP-മാരും ഒക്കെ തന്നെ ഈ പ്രസ്ഥാനം മാറി ഈ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞ പോലെ പുസ്തകങ്ങളിലേക്ക് അവരെ സ്വീകരിക്കാത്ത പുസ്തകം തന്ന് അവരെ, അതാണ് ശരിക്കുള്ള ഒരു ആദരം. അക്ഷരമാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ വിളക്കാണ്. അത് നമ്മുടെ അക്ഷരം ദൈവമാണ്. നമ്മൾ അക്ഷരം കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ആ അക്ഷരമുള്ള ഒരു പുസ്തകം കൊടുക്കുമ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മഹത്തായ കാര്യം. അല്ല നിങ്ങളൊരു ബൊക്കെ എടുത്തിട്ട് മൊമെൻ്റ് കൊണ്ട് കൊടുത്തിട്ട് ഒന്നും ഒരു കാര്യമില്ല. പല നേതാക്കന്മാർ മൊമെൻ്റ് ഇവിടെ കൊണ്ട് കളയുന്നു. ജീവനില്ലാത്ത വസ്തുക്കളെക്കാൾ ഉപരി അക്ഷരങ്ങൾ ജീവനുള്ളതാണ്. അക്ഷരങ്ങളാണ് നമ്മെ നയിക്കുന്നത്, നമ്മെ ജീവിപ്പിക്കുന്നത്.